മലയാളികൾ എല്ലാവരും ഈയിടയ്ക്ക് ഏറ്റവും കൂടുതലധികം കേൾക്കുന്നത് കുഞ്ഞു കുട്ടികളുടെ മരണ വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും താങ്ങാനാവാത്ത നിലയിലേക്കാണ് വാർത്തകളെല്ലാം പോകുന്നത്. സാധാരണ ഉണ്ടാകുന്ന പ്രശ്നത്തിൽ അവരുടെ പേരുകളോ അല്ലെങ്കിൽ അവരുടെ വാക്കുകളോ അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നതായിരിക്കാം. ഇപ്പോൾ അത്തരത്തിൽ എല്ലാവരെയും നൊമ്പരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ വീടിന് സമീപത്തെ വയലിൽ വെള്ളം നിറഞ്ഞു. അങ്ങനെ കുഴിയായി. കുഴിയിൽ വീണ് 8 വയസ്സുകാരന് ദാരുണാന്ത്യം. മാവൂർ ചെറൂപ്പ കുറ്റിക്കടവ് തെക്കേ വാഴക്കോട്ട് മണ്ണിൽ അബ്ദുസമദിൻ്റെ മകൻ മുഹമ്മദ് നാസിലാണ് മരിച്ചത്. 8 വയസ്സുകാരൻ്റെ മരണം ഒരു നാടിനെ മുഴുവൻ സങ്കടത്തിലാത്തിയിരിക്കുകയാണ്. മാതാവിൻ്റെ വീടായ കുറ്റിക്കടവ് വൈദ്യനാരി വീട്ടിൽ വിരുന്നിന് വന്നതായിരുന്നു. സമീപത്തെ ചാലിപ്പാടം വയലിൽ കൃഷിക്കായി കുഴിച്ച കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണാണ് മരണം. ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കുഴിയിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. മാവൂർ പാറമ്മൽ മഹ്ലറ പബ്ലിക് സ്കൂളിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാതാവിൻ്റെ പേര് റാഷിദ. 2 സഹോദരങ്ങളുണ്ട്, ലബീബ, മുഹമ്മദ് ലബീബ്. ഇവർക്ക് 2 പേർക്കും ഇപ്പോൾ അവരുടെ സഹോദരനെ കാണാനുള്ള ആശയാണ്. അവർക്കിപ്പോഴും ഈ മരണവാർത്ത ദഹിച്ചിട്ടില്ല, മനസ്സിലായിട്ടില്ല. ശനിയാഴ്ച വൈകിട്ടായിരുന്നു ഈ സംഭവം. കുട്ടി അറിയാതെ ഇവിടേക്ക് വീണു പോയതാണ്. കളിക്കുന്നതിനിടയിലോ വീട്ടിലേക്ക് എത്തുന്നതിനിടയിലോ എന്തോ ആണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല. സംഭവ സമയത്ത് കുട്ടി ഒറ്റയ്ക്കായിരുന്നു. അതുതന്നെയാണ് ഇതിന് കാരണമായി മാറിയത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നവും. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴോ അവരുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾ ഇത്തരത്തിൽ അബദ്ധത്തിൽ ചെന്ന് പെടുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊന്നായി തന്നെ മാറുകയാണിത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വിഷമം, ആ അയൽവക്കത്തുള്ളവർക്കൊക്കെ വിഷമം. നല്ലൊരു കുട്ടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിലെ 3 കുട്ടികളും നല്ലവരായിരുന്നു. എല്ലാവരോടും വളരെയധികം നല്ല സൗഹൃദമുള്ള, അവിടെയുള്ള എല്ലാ കുട്ടികളോടും നന്നായി സംസാരിക്കുന്ന കുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ വളരെയധികം പരിചിതമായിരുന്നു. അവർ പഠിക്കുന്ന പള്ളിയിലായാലും സ്കൂളിലായാലും ഒക്കെ തന്നെയും അവരെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇങ്ങനൊരു മരണം ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ല. എപ്പോഴും കുട്ടികളുടെ ബഹളം നിറഞ്ഞു നിൽക്കുന്ന വീടാണത്. എന്നാൽ ഇന്ന് ആ വീട്ടിൽ മരണമൊഴിയും അത്തരത്തിലുള്ള സംസാരവും മൗനവും മാത്രമാണ് ഉള്ളത്. മരണത്തിൻ്റെ ഒരു ശ്മശാന മൂകത ആ വീടിനെ ആകെ പടർന്നു പിടിച്ചു. എന്തെന്നറിയാതെ സഹോദരങ്ങൾ ശരിക്കും ഉമ്മയും വാപ്പയും കരയുന്നത് നോക്കിയിരിക്കുകയാണ്. എന്നാൽ അവർക്കിപ്പോഴും അത് വിശ്വസിക്കാനാകാതെയാണ് നിൽക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.